സ്ലീപ്പ് ഡിവോഴ്സ്. പൊതുവെ കേൾക്കാൻ അത്ര സുഖമില്ലാത്തൊരു വാക്കാണ് ഡിവോഴ്സ് എന്നത്. അപ്പോൾ സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് കേട്ടാലോ? നെറ്റി ചുളിക്കും, മൂക്കത്ത് വിരൽ വയ്ക്കും അല്ലേ? കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എല്ലാ മലയാള ദിനപത്രങ്ങളിലും ഒരു വാർത്തയുണ്ടായിരുന്നു. ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു, ഭാര്യയെ ചോദ്യം ചെയ്തു വരുന്നു. ഞാനും ആർത്തിയോടെ വായിച്ചു. പക്ഷേ ഭാര്യയെ സംശയിക്കാനുള്ള കാരണങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഭർത്താവും ഭാര്യയും 2 മുറികളിലാണത്രേ ഉറങ്ങുന്നത്. രാവിലെ ഭാര്യ നോക്കുമ്പോൾ ഭർത്താവ് മുറിക്കുള്ളിൽ മരിച്ചു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രം അവരുടെ ബന്ധത്തിൽ എന്തോ പന്തികേട് തോന്നിയ പോലീസ് അവരെ സംശയിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. പ്രവാസിയായിരുന്ന ഭർത്താവിന് AC ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റൂ. തണുപ്പടിച്ചാൽ തുമ്മി ചാകാൻ പരുവത്തിലെത്തുന്ന ഭാര്യയ്ക്ക് AC അലർജിയുമാണ്. അത് കാരണം അവർ സ്ലീപ്പ് ഡിവോഴ്സിലാണെന്ന് പാവം പോലീസുകാർക്ക് മനസ്സിലായതുമില്ല. ഇപ്പോൾ സ്ലീപ്പ് ഡിവോഴ്സിൻ്റെ സെറ്റപ്പ് മനസ്സിലായി കാണുമല്ലോ. ഭാര്യയും ഭർത്താവും സുഖകരമായ ഉറക്കം കിട്ടാൻ 2 കിടക്കകളിലോ 2 മുറികളിലോ 2 വീടുകളിൽ വേണ്ട കേട്ടോ ഉറങ്ങുന്നതിനെയാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. മറ്റേ ഡിവോഴ്സ് പോലെ ഇവൻ ഭീകരനൊന്നുമല്ല, ഉപകാരിയാണ് താനും. IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ദമ്പതികളിൽ സ്ലീപ്പ് ഡിവോഴ്സ് കൂടുതലായി കണ്ടുവരുന്നു. അവരുടെ ജോലി സമയം ദമ്പതികളിൽ ഒരാളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ അവർ 2 സ്ഥലങ്ങളിലായി ഉറങ്ങും. അതുകൊണ്ട് അവരുടെ സ്നേഹത്തിനോ അവരുടെ ബോണ്ടിങ്ങിനോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പ്രശ്നമുണ്ടാകുന്നത് ഇവരുടെ ആരുടെയെങ്കിലും പേരൻസ് ഇവരോടൊപ്പം താമസിക്കാൻ വരുമ്പോഴാണ്. മകനും മരുമകളും 2 റൂമിലോ 2 കിടക്കകളിലോ ആണ് ഉറങ്ങുന്നതറിഞ്ഞാൽ തീർന്നത് തന്നെ കഥ. പിന്നെ അവർ പുതിയൊരു തിരക്കഥയൊക്കെ എഴുതി 2 ആളെ ശരിക്കും ഡിവോഴ്സിലെത്തിക്കും. ഈ അടുത്ത കാലത്ത് അങ്ങനെയും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദമ്പതികളിൽ ഒരാൾക്ക് കൂർക്കം വലിയുണ്ടെങ്കിൽ അത് മറ്റേയാളിൻ്റെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കിയേക്കാം. ചിലർക്ക് AC കൂടിയേ പറ്റൂ, ചിലർക്ക് ഫാൻ വേണം. ഇതുപോലെ വൈകി ഉറങ്ങുന്നവർ, നേരത്തെ ഉണരുന്നവർ, ഉറങ്ങാൻ വെളിച്ചം വേണ്ടവർ, പാട്ട് കേട്ട് ഉറങ്ങുന്നവർ, ഉറക്കത്തിൽ അടുത്തു കിടക്കുന്ന ആളുടെ പിടലിക്ക് കാലെടുത്ത് വയ്ക്കുന്നവർ എന്നിങ്ങനെ വ്യത്യസ്തമായ ഉറക്കശീലങ്ങളുള്ള ദമ്പതിമാർ അവരുടെ നല്ല ഉറക്കത്തിനും അതിലൂടെ നല്ല ദാമ്പത്യം നിലനിർത്താനും സ്ലീപ്പ് ഡിവോഴ്സ് സഹായിക്കും. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, വിഷാദം, ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉറക്കക്കുറവും ഒരു കാരണമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. നല്ല ഉറക്കം ഓർമ്മശക്തിയും പ്രതിരോധശക്തിയും കൂട്ടും എന്നതിനാൽ സ്ലീപ്പ് ഡിവോഴ്സിനെ നിസ്സാരക്കാരനായി കാണേണ്ടതേയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ലീപ്പ് ഡിവോഴ്സ് എന്നത് ദമ്പതികളിൽ ഒരാൾ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. 2 ആളും കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് ഉചിതമായ രീതിയിൽ സന്തോഷത്തോടെ തീരുമാനിക്കേണ്ട ഒന്നാണ് സ്ലീപ്പ് ഡിവോഴ്സ്. അല്ല എങ്കിൽ 2 ആളും സ്ഥിരമായി തന്നെ 2 വീട്ടിൽ ഉറങ്ങേണ്ടി വരും.